വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഇനി നമ്മൾ അടുത്തത് 99ാമത്തെ ചോദ്യം, അതായത് ഇംഗ്ലീഷ് ടീച്ചർ, ഹൈസ്കൂൾ ഇംഗ്ലീഷ് ടീച്ചർ ബൈ ട്രാൻസ്ഫർ 2006/2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ ലാസ്റ്റ് ബട്ട് വൺ, ഏറ്റവും അവസാനത്തിൻ്റെ തൊട്ട് മുകളിലുള്ള, അതായത് 99ാമത്തെ ചോദ്യം, അതായത് നമ്മളുടെ 19ാമത്തെ ക്വസ്റ്റ്യൻ, അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വി നോ സെൻറ്റൻസസ് may be classified into 4 according to function and purpose. Sentences may be classified into 4: assertive sentence or declarative sentence, imperative sentence, interrogative sentence, and exclamatory sentence. Like that, according to structure and complexity, sentences may be classified into 4: simple sentence, compound sentence, complex sentence, and compound complex sentence. Besides, we have two other kinds of sentences: affirmative sentence or positive sentence and negative sentence. ഇപ്പോൾ ഇവിടെ നമ്മൾ 8 ടൈപ്പ്, 3 ക്ലാസിഫിക്കേഷനിലൂടെ 4, 8, 10 ടൈപ്പ് സെൻറ്റൻസ് പഠിച്ചു. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട 2 തരം സെൻറ്റൻസുകളാണ് ലാസ്റ്റ് ഞാൻ പറഞ്ഞത്: അഫർമേറ്റീവ് സെൻറ്റൻസ് ഓർ പോസിറ്റീവ് സെൻറ്റൻസ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസ്. I said this because question tag, before we answering the question tag, we have to first of all identify whether the given sentence is positive or negative. അതായത് ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ആൻസർ എഴുതുന്നതിന് മുമ്പേ തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുവേണ്ടിയാണ് ആദ്യം നമ്മൾ ഈ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും അവസാനം 2 നമ്മൾ പറഞ്ഞത്. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ, if the sentence, given sentence is positive, its tag will be positive. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കണം. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസിനെ നമ്മൾ എഴുതേണ്ട ടാഗ് നെഗറ്റീവും, നെഗറ്റീവ് സെൻറ്റൻസ് എഴുതേണ്ട ടാഗ് പോസിറ്റീവുമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കണം, സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ഇനി അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഇഫ് ദി ഗിവൺ സെൻറ്റൻസ് contains any one of the following words: no, not, never, none, nothing, nobody, nothing else. ഇങ്ങനെ വരുന്ന പ്യുവർ നെഗറ്റീവ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈസിൻ്റെ, ആറിൻ്റെ, വാസിൻ്റെ, വേറിൻ്റെ, ഹാസിൻ്റെ, ഹാവിൻ്റെ, ഹാഡിൻ്റെ, ഡോണ്ട്, ഡസിൻ്റെ, ഡിഡിൻ്റെ, വോണ്ട്, ഷോണ്ട്, ഉഡിൻ്റെ, കുഡിൻ്റെ, മെയിൻ്റെ, മൈറ്റിൻ്റെ, മസ്റ്റിൻ്റെ, നീഡിൻ്റെ, ഡയറിൻ്റെ, ഇങ്ങനെ ഓക്സിലറി വെർബിനോട് കൂടി നോട്ട് ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി ഓക്സിലറി വെർബ് ഒന്നും ഇല്ല എങ്കിൽ, ഇങ്ങനെ ഓക്സിലറി വെർബ് ഉള്ള സെൻറ്റൻസ് ആണെങ്കിൽ നമുക്ക് അതിനെ നെഗറ്റീവ് ആക്കാൻ അതിനോട് നോട്ട് ചേർത്ത്, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈസിനോട് നോട്ട് ചേർത്ത് ഈസിൻ്റെ, ആമിനോട് നോട്ട് ചേർക്കുമ്പോൾ ആമിൻ്റെ അല്ല വരുന്നത്, ഐ ആം നോട്ട് എ ടീച്ചർ എന്ന് പറയാം. പക്ഷേ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ആറിൻ്റെ നിന്നാണ് ഐ ആം എ ടീച്ചർ, ആറിൻ്റെ നിന്നാണ് നമ്മൾ അവിടെ സൂചിപ്പിക്കുന്നത്. ഐ ആം നോട്ട് എ ടീച്ചർ, ആം ഐ. അപ്പോൾ അതുപോലെ ഐ വിൽ നോട്ട് ഗോ ദെയർ, വില്ലിനോട് നോട്ട് ചേർത്താൽ വോണ്ടാണ് വരിക. ഐ ഷാൽ നോട്ട് ഗോ ദെയർ, അപ്പോൾ അവിടെ ഷാലിനോട് നോട്ട് ചേർത്താൽ ഷോണ്ടാണ് വരിക. അപ്പോൾ ആം പ്ലസ് നോട്ട് ആരൻസ്, വിൽ പ്ലസ് നോട്ട് വോണ്ട്, ഷാൽ പ്ലസ് നോട്ട് ഷോണ്ട്. ഈ 3 എക്സെപ്ഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഈ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ, ഏതൊക്കെ? നോ, നോട്ട്, നെവർ, നൺ, നത്തിങ്, നോബഡി, നത്തിങ് എൽസ്, പിന്നെ ഞാൻ പറഞ്ഞ ഓക്സിലറി വെർബ് ചേർത്ത് ഡോണ്ട്, ഡസൻറ്റ്, ഡിഡിൻറ്റ്, ഇങ്ങനെ വരുന്നത്. അതും അല്ലെങ്കിൽ സ്കേഴ്സ്ലി, ഹാർഡ്ലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ, റെയർലി, ഇങ്ങനെ വരുന്ന 6 സെമി നെഗറ്റീവ്സ് ഇത് സെൻറ്റൻസിലുണ്ടെങ്കിൽ അത് സെൻറ്റൻസ് നെഗറ്റീവാണ്, അതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട റൂൾസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് പരിശോധിക്കാം. സോ യു ആർ റിസൈനിങ് ജോബ്. അങ്ങനെ നിങ്ങൾ ജോലി രാജിവെക്കുകയാണ്. അപ്പോൾ അവിടെ സെൻറ്റൻസ് പോസിറ്റീവാണ്, നെഗറ്റീവിനെ സൂചിപ്പിക്കുന്ന ഒരു വേർഡും അവിടെ ഇല്ല. അപ്പോൾ പിന്നെ നോക്കേണ്ടത് അതിൽ ഓക്സിലറി വെർബ് ഉണ്ടോ എന്നാണ്. ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ട്.
ആർ ഉണ്ട്, അതിനോട് നോട്ട് ചേർത്താൽ ആറിൻ്റെ സബ്ജക്റ്റ് യു ആണ്. അപ്പോൾ ആറിൻ്റെ യു. അപ്പോൾ ആദ്യത്തേത് തന്നെയാണ് അതിൻ്റെ ആൻസർ, ആറിൻ്റെ യു. ഇനി ഓക്സിലറി വെർബ് ഉള്ളത് കൊണ്ട് നോട്ട് ചേർത്തിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈസിൻ്റെ, ആമിൻ്റെ, ആറിൻ്റെ, വാസിൻ്റെ, വേറിൻ്റെ ഇങ്ങനെ പറയാം. ഇനി ഓക്സിലറി വെർബ് ഇല്ലാത്ത സന്ദർഭങ്ങളിൽ, ഉദാഹരണത്തിന് റൈറ്റ് എന്ന് പറയുന്ന ഒരു വെർബ്, ഐ റൈറ്റ് എ ലെറ്റർ, ഐ റൈറ്റ് എ ലെറ്റർ, ഐ റൈറ്റ് എ ലെറ്റർ. ഇവിടെ റൈറ്റ് എ ലെറ്റർ സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല, മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. റൈറ്റ് സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഡു പ്ലസ് റൈറ്റ് കിട്ടും, ഡു പ്ലസ് റൈറ്റ്. അപ്പോൾ ഡൂവിൻ്റെ ഇവിടെ നോട്ട് ചേർക്കണം. അപ്പോൾ എന്ത് എഴുതും? ഡൗണ്ട്. സബ്ജക്റ്റ് ഏതാ? ഐ, ഡൗണ്ട് ഐ. ഇനി ഹി റൈറ്റ്സ് എ ലെറ്റർ എന്നായിരിക്കട്ടെ, ഹി റൈറ്റ്സ് എ ലെറ്റർ, ഹി റൈറ്റ്സ് എ ലെറ്റർ. അവിടെ ഓക്സിലറി വെർബ് ഇല്ല, മെയിൻ വെർബ് റൈറ്റ്സ് ആണ്, അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. റൈറ്റ്സിനെ സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഡസ് പ്ലസ് റൈറ്റ് കിട്ടും. ഈ ഡസിങ് എടുക്കുക, അതിനോട് നോട്ട് ചേർക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഡസിൻ്റെ കിട്ടും. ഡസിൻറ്റ്, സബ്ജക്റ്റ് ഹി, ഡസിൻറ്റ് ഹി. ഇനി ഐ റോട്ട് എ ലെറ്റർ, ഐ റോട്ട് എ ലെറ്റർ. അവിടെ ഓക്സിലറി വെർബ് ഇല്ല, മെയിൻ വെർബ് റോട്ടാണ്. റോട്ടിനെ പിരിച്ചാൽ എന്ത് കിട്ടും? റോട്ട് ഈസ് ഈക്വൽ ടു ഡിഡ് പ്ലസ് റൈറ്റ്, ഡിഡ് പ്ലസ് റൈറ്റ്. അപ്പോൾ ഡിഡിനൂടെ നോട്ട് ചേർത്താൽ എന്ത് കിട്ടും? ഡിഡ് പ്ലസ് നോട്ട്, ഡിഡിൻ്റെ, ഡിഡിൻ്റെ സബ്ജക്റ്റ് ഐ, ഡിഡിൻ്റെ ഐ. ഇനി ഐ ഡു നോട്ട് റൈറ്റ് എ ലെറ്റർ ആണെങ്കിലോ ഇത് നെഗറ്റീവാണ്. ഇതിനെ പോസിറ്റീവ് ആക്കാൻ, അല്ല ഇത് പോസിറ്റീവാണ്, നെഗറ്റീവ് ആക്കാൻ എന്താണ്? എന്ത് ചെയ്താൽ മതി? ഐ ഡു നോട്ട് റൈറ്റ് എ ലെറ്റർ. അപ്പോൾ പിന്നെ ഡു ഐ എന്ന് കിട്ടും, അവിടെ ഡു ഐ എന്ന് കിട്ടും. ഇവിടെ ഹി ഡസ് നോട്ട് റൈറ്റ് എ ലെറ്റർ, അപ്പോൾ എന്ത് കിട്ടും? ഡസ് ഹി എന്ന് കിട്ടും, ഡസ് ഹി. ഇവിടെ ഐ റോട്ട് എ ലെറ്റർ, ഐ ഡിഡ് നോട്ട് റൈറ്റ് എ ലെറ്റർ, അപ്പോൾ എന്ത് കിട്ടും? ഡിഡ് പ്ലസ് നോട്ട് വേണ്ട, ഡിഡ് ഐ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ tag will be positive. If the sentence is positive, tag will be negative. That is the main rule. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട റൂൾ. ഇനി നമുക്ക് കുറേ എക്സാമ്പിൾ ഒന്ന് നോക്കാം. He sometimes reads the newspaper. He sometimes reads the newspaper. ഇവിടെ go through the sentence. There is no negative term. Sentence is positive. Then find out auxiliary verb is given or not. No, there is no auxiliary verb. Main verb reads. Reads നെ പിരിച്ചാൽ എന്ത് കിട്ടും? S ഫോമിനെ പിരിച്ചാൽ ഡസ് കിട്ടും. ഡസ് പ്ലസ് നോട്ട് ഡസിൻ്റെ ഹി. അപ്പോൾ ഇവിടെ എൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ഡസിൻ്റെ ഹി. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. Then I think he is from Maldives. I think he is from Maldives. ഞാൻ ചിന്തിക്കുന്നത് അവൻ മാൽഡീവ്സിൽ നിന്ന്, മാലിദ്വീപിൽ നിന്ന് വരികയാണെന്ന്. അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ട്. ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആണ്. ഹി തിങ്സ് ഹി ഈസ് ഫ്രം മാൽഡീവ്സ്. ഈസിന് നോട്ട് ചേർത്താൽ ഈസിൻറ്റ്, സബ്ജക്റ്റ് ഐ, ഈസിൻ്റെ അല്ല ഹി, ഈസിൻ്റെ ഹി. ഇതാണ് ഐ തിങ്ക് ഞാൻ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ സബ്ജക്റ്റ് ഇവിടെ ഹി ഈസ് ഫ്രം മാൽഡീവ്സ് ആണ് സെന്റൻസ്. ഓക്കെ, ഈസിൻ്റെ ഹി. ദെൻ don't talk while I am teaching. Don't talk while I am teaching. ഞാൻ സംസാരിക്കുമ്പോൾ don't talk while I am teaching. ഞാൻ പഠിപ്പിക്കുമ്പോൾ സംസാരിക്കരുത്. അപ്പോൾ don't talk
അവിടെ നമുക്ക് എന്താ എഴുതേണ്ടത്? ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ്, ഐ ആമിൻ്റെ പുറകെ പോകരുത്, ഡോണ്ട് ടോക്ക് ആണ്. അപ്പോൾ അതിന് നമ്മൾ നെഗറ്റീവാണിത്. വിൽ യു എന്ന് ചോദിച്ചാൽ മതി. വിൽ യു. അപ്പോൾ അവിടെ ഒരു എന്താണ്, ഒരു സജഷനോ അല്ലെങ്കിൽ ഒരു ഓർഡർ ആവും. ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ്, വിൽ യു, അങ്ങനെയല്ലേ, സംസാരിക്കരുതേ, അതാണ്. ലെറ്റ് us go swimming. ഇവിടെയും ഒരു നിയമമുണ്ട്. ഇവിടെ ഡോണ്ട് ടോക്ക് ഉണ്ടോ, ഇത് ഒരു നിയമത്തിന്റെ അടിസ്ഥാനം. ഡോണ്ട് ടോക്ക് ഇതുപോലെ വരുന്ന ആ ഓർഡറോ റിക്വസ്റ്റോ ഒക്കെ ആകുമ്പോൾ, ഓർഡറോ കമാൻഡോ ഒക്കെ ആകുമ്പോൾ വിൽ യു ഉപയോഗിക്കണം. ഇവിടെ ലെറ്റസ് എന്ന പ്രയോഗം വന്നാൽ ഷാൽ ബി എന്ന് ഉപയോഗിച്ചാൽ മതി. ഷാൽ ബി. ലെറ്റ് എന്ന് പറഞ്ഞാൽ ലെറ്റ് അസ് ആണിത്, അസിൽ നിന്നാണ് ബി വന്നത്. ലെറ്റസ്, അപ്പോൾ ഷാൽ ബി. ലെറ്റ് മീ ഗോ ആണെങ്കിലോ ഷാൽ ഐ വരും. അപ്പോൾ ലെറ്റസ് ഷാൽ ബി വരും. ലെറ്റ് മീ വന്നാൽ ഐ വരും. ലെറ്റ് ഹിം ഹി വരും. ലെറ്റ് ഹെർ ഷീ വരും. ലെറ്റ് ദം ദേ വരും. ശ്രദ്ധിച്ചോണം. അപ്പോൾ ലെറ്റ് us go swimming എന്നുള്ളത് ഷാൽ ബി ആവും. ലെറ്റ് മീ ഗോ സ്വിമ്മിങ് ഷാൽ ഐ ആവും. ലെറ്റ് ഹിം ഗോ ഷാൽ ഹി ആവും. ലെറ്റ് ഹെർ ഗോ ഷാൽ ഷി ആവും. ലെറ്റ് ദം ഗോ ഷാൽ ദേ ആവും. ആ രീതിയിൽ അതിന് മാറ്റമുണ്ടാവും. ഓക്കെ. നെക്സ്റ്റ്, പാസ് മീ ദി സാൾട്ട്. പാസ് മീ സാൾട്ട്. ആ സാൾട്ട് അല്ലെ ആ ഉപ്പ് പാത്രം ഇങ്ങോട്ട്, ഉപ്പ് കുപ്പി ഇങ്ങോട്ടൊന്ന് നീക്കി വെക്കുമോ. അപ്പോൾ അവിടെയും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇത് പോസിറ്റീവാണ്. അവിടെ ബില്ലിൻ്റെ കൂടെ നോട്ട് ചേർത്ത് ഒണ്ടിയും ഇതാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ സെൻസ് പോസിറ്റീവ് ആണ് ഓണ്ടി എന്ന് ഉപയോഗിക്കാം, നെഗറ്റീവ് ആണെങ്കിൽ വില്ല് എന്ന് ഉപയോഗിക്കാം. ഓക്കെ. ഹി കുഡ് ഹാവ് ബോട്ട് എ ന്യൂ കാർ. ഹി കുഡ് ഹാവ് ബോട്ട് എ ന്യൂ കാർ. അപ്പോൾ ഇവിടെ ഹി കുഡ് ഹാവ് ബോട്ട് എ ന്യൂ കാർ, കുഡ് എടുക്കാം. കുഡിൻ്റെ കൂടെ സെന്റൻസ് പോസിറ്റീവ്, അപ്പോൾ കുഡിൻ ഹി. Next, the girl won't sing in the party. The girl won't sing in the party. Sentence negative. Will plus not ആണ്, won't ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് will എടുക്കാം. Will the girl എന്നുള്ളത് will she. Okay. Then he went on a tour. He went on a tour. Subject he, went. Auxiliary verb വേറെ ഇല്ല. went എന്ന് പറയുന്നത് past tense ആണ്. when പിരിച്ചാൽ did plus go കിട്ടും. അപ്പോൾ did. സെൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ്. didn't, subject he, didn't he. Okay. You are an Indian. You are an Indian. അപ്പോൾ സെൻസ് പോസിറ്റീവ്, ഓക്സിലറി വെർബ് ആർ ഉണ്ട്. ആറിൻ്റെ കൂടെ നോട്ട് ചെയ്താൽ ആറിൻ്റെ യു. അപ്പോൾ വില്ലിൻ്റെ കൂടെ നോട്ട് ചെയ്താലും ആറിൻ്റെ ആണ്, ആറിൻ്റെ കൂടെ നോട്ട് ചെയ്താലും ആറിൻ്റെ ആണ്. ഐ ആം ലേറ്റ്. ഇതാണ്ടേ ആം പോസിറ്റീവ് സെൻറ്റൻസ് ആമിൻ്റെ കൂടെ നോട്ട് ചെയ്താൽ ആറാണ്. ആറിൻ്റെ ആം പ്ലസ് നോട്ട് ആറിൻ്റെ ഐ. Okay. Then the boy is from Kottayam. The boy is from Kottayam.
അപ്പോൾ സെന്റൻസ് പോസിറ്റീവ് ഈസ് അവിടെയുണ്ട്. ഈസിൻറ്റ് ഹി, ഈസിൻറ്റ് ഹി. Then he will never know. He will never know. അപ്പോൾ ഇവിടെ നെവർ എന്ന നെഗറ്റീവ് ടൈം ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് വിൽ മാത്രം മതി. വിൽ ഹി. അനു ആൻഡ് മനു വിൽ അറൈവ് ടുമോറോ. അനു ആൻഡ് മനു വിൽ അറൈവ് ടുമോറോ. സെൻസ് പോസിറ്റീവ് വില്ലൂടെ ഉണ്ട്. വില്ലൂടെ നോട്ട് ചെയ്താൽ ഉണ്ട്. ഉണ്ട്. അനു ആൻഡ് മനു രണ്ടുപേരെ. അപ്പോൾ ഡേ ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു വസ്തുത, ക്വസ്റ്റ്യൻ ടാഗ് ആ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് കോമ ഇടണം. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഇതാണ് ക്വസ്റ്റ്യൻ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വിവേക് പ്ലേഡ് വൺ മോർ. Vivek played football yesterday. ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല. സെന്റൻസ് പോസിറ്റീവ് ആണ്. പ്ലേഡ് ആണ് വന്നിരിക്കുന്നത്. ഡിഡ് പ്ലസ് പ്ലേ ആണ്. അപ്പോൾ ഡിഡിൻറ്റ് വിവേകിന് പകരം ഹി. അപ്പോൾ ഇതാണ് നെക്സ്റ്റ്. Yes, we are going to discuss the last question of that question paper. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇംഗ്ലീഷ് ടീച്ചർ, ഹൈസ്കൂൾ ഇംഗ്ലീഷ് ടീച്ചർക്ക് വേണ്ടി 6/6/2024 നടത്തിയ ചോദ്യപേപ്പർ. ആ ചോദ്യപേപ്പറിലെ നമ്മൾ 6/6/2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കുന്നതിന് വേണ്ടി നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ അവസാനത്തെ ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പോൾ അതിലേക്ക് കിടക്കുകയാണ്. ട്രാൻസ്ഫോം ദി സെൻറ്റൻസ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ മീനിങ്. മീനിങ്ങിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ എന്ത് ചെയ്യുക, ഇതിനെ ട്രാൻസ്ഫർ ചെയ്താൽ. ട്രാൻസ്ഫോം ദി സെൻറ്റൻസ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ മീനിങ്. മീനിങ്ങിൽ വ്യത്യാസമില്ലാതെ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ ട്രാൻസ്ഫർ ചെയ്താൽ ഇതിലേതായിരിക്കും ശരി എന്നുള്ളത്. സാധാരണ ഇങ്ങനെ വിത്തൗട്ട് ചേഞ്ച് ചോദിക്കുന്നത് ആക്റ്റീവ് ഇൻറ്റു പാസീവ്, കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗം ആക്കുന്ന അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ നിയമങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുന്നത് കണ്ടു. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എവരിബഡി ലവ്സ് ഹിസ് വീഡിയോസ്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു. ഈ സെൻറ്റൻസ് ഈ തന്നിരിക്കുന്ന 4 ചോയ്സിൽ ഏതാണ് മീനിങ്ങിന് വ്യത്യാസം വരാതെ പറയാൻ പറ്റുന്നത്? ഹൂ ഡസ് ലവ് ഹിസ് വീഡിയോസ്. ആരാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത്? ഹൂ ഡസ് ലവ് ഹിസ് വീഡിയോസ്. അപ്പോൾ എവരിബഡി ലവ്സ് ഹിസ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു. ഇത് ചോദ്യ രൂപത്തിൽ പറയുന്നു. ഹൂ ഡസ് ലവ് ഹിസ് വീഡിയോസ്. അയാളുടെ വീഡിയോ ആരാണ് ഇഷ്ടപ്പെടുന്നത്? എവരിബഡി ഡസൻറ്റ് ലവ് ഹിസ് വീഡിയോസ്. എല്ലാവരും എവരിബഡി വന്നതുകൊണ്ടാണ് എവരിബഡി സിംഗിളായിട്ട് ഉപയോഗിക്കുന്നത് ഡസ് നോട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നില്ല, അയാളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല. ഹൂ ഡസൻറ്റ് ലവ് ഹിസ് വീഡിയോസ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ആരാണ് ഇഷ്ടപ്പെടാത്തത്? എവരിബഡി ഡോണ്ട് ലവ് ഹിസ് വീഡിയോസ്. എവരിബഡി ഡസിന് പകരം ഇവിടെ ഡോണ്ട്. ഇവ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇവിടെ ഡോണ്ട് ഉപയോഗിച്ചിരിക്കുന്നു, ഇവിടെ ഡസിൻ്റ് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഹൂ ഡസൻറ്റ് ലവ് ഹിസ് വീഡിയോസ് എന്ന് മലയാളത്തിൽ പറഞ്ഞാലോ? ഹൂ ഡസൻറ്റ്, അദ്ദേഹത്തിൻ്റെ വീഡിയോ ആരാണ് ഇഷ്ടപ്പെടാത്തത് എന്ന് ചോദിക്കുന്നതും
എല്ലാവരും അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം വല്ലതും ഉണ്ടോ? എല്ലാവരും അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു. ഹൂ ഡസൻറ്റ് ലവ് ഹിസ് വീഡിയോസ്? ആരാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തത്? അതിൻ്റെ മീനിങ് എന്താ? എല്ലാവരും അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ചോയ്സ് ഏതാണ്? സി ആണ്. ദസ് we have completed that question paper. I hope that you understood my class all over the discussion of this question paper. So next I will take HSA question paper. Okay, thank you so much. Please subscribe, share and support me.